ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുജ. അപ്പം സീറ്ററ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 10 അപ്പോൾ സീറ്ററ്റ് പേപ്പർ 1 അപ്ലൈ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. എങ്ങനെയാണ് സീറ്ററ്റ് 1 പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏതാണ് സീറ്ററ്റ് 1 മെയിൻ പേപ്പേഴ്സ് വരുന്നത്. നമുക്കറിയാം കോമൺ ആയി വരുന്ന ടോപ്പിക്കുകളാണ് ലാംഗ്വേജ് 1 ലാംഗ്വേജ് 2 അതുപോലെ തന്നെ സൈക്കോളജി പേപ്പർ 1 പേപ്പർ 2 കോമൺ ആണ്. പക്ഷേ പേപ്പർ 1 എലിമെന്ററി സൈക്കോളജി ആണ് വരുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് EVSഉം മാത്സും ആണ്. അപ്പോൾ മാത്സിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, മാത്സിന്റെ സിലബസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതാണ് മെയിൻ ടോപ്പിക് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സിലബസ് എന്താണെന്ന് നോക്കാം. അതുപോലെ തന്നെ ആ സിലബസിലെ ടോപ്പിക്കുകൾ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ഏതൊക്കെ ബുക്കുകൾ നമ്മൾ നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം കഴിഞ്ഞ സീറ്ററ്റിന്റെ റിസൾട്ട് വന്ന കാര്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പം നമുക്ക് കഴിഞ്ഞ തവണയും CCയിൽ വളരെ മികച്ച റിസൾട്ടുകളാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ വ്യക്തമായിട്ടൊരു പ്ലാനിങ്ങോട് കൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ സീറ്ററ്റ് ഫസ്റ്റ് ചാൻസിൽ തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ സിലബസ് മനസ്സിലാക്കാതെ വലിച്ചു വാരി പഠിക്കുന്നതാണ് ആ ഒരു സീറ്ററ്റ് പേപ്പർ 1 എന്ന് പറയുന്നത് ക്ലിയർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ സിലബസ് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കണം. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്, NCERT ടെക്സ്റ്റ് ബുക്കുമായിട്ട് അതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് സിലബസ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് വരുന്നത് ജോമെട്രി പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ജോമെട്രിയിലെ ഷേപ്സ്, സ്പേഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ തന്നെ സോളിഡ്സ് അറൗണ്ട് അസ്, നമ്പേഴ്സ്, അഡീഷൻ, സബ്ട്രാക്ഷൻ. അപ്പൊ ജോമെട്രിയിൽ വരുന്നത് ഷേപ്സും സ്പേഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങും ആണ്. അതായത് ഡിഫറെന്റ് ജോമെട്രിക്കൽ ഷേപ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അതിന്റെ സ്പേഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങും വരുന്നുണ്ട്. അതായത് ഏറ്റവും ബേസിക് ജോമെട്രിയിൽ വരുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള സോളിഡ്സ് അറൗണ്ട് അസ്, ഏതൊക്കെ സോളിഡ്സ് ആണ് വരുന്നത്, അതിന്റെ ഏരിയ, അതുപോലെ തന്നെ പെരിമീറ്റർ അല്ലെങ്കിൽ വോളിയം, അങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെയും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്പർ സിസ്റ്റം പഠിക്കാനുണ്ട്. നമ്പേഴ്സിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ഏതൊക്കെയാണ്, അതിന്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്പേഴ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ നാച്ചുറൽ നമ്പേഴ്സിനെ പറ്റി പഠിക്കാനുണ്ട്, ഹോൾ നമ്പേഴ്സിനെ പറ്റി പഠിക്കാനുണ്ട്, ഫ്രാക്ഷൻസ് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ ഡെസിമൽസ് പഠിക്കാനുണ്ട്, പ്രൈം നമ്പർ, കോമ്പോസിറ്റ് നമ്പർ, അതിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതുപോലെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഒരുപാട് അങ്ങോട്ട് ഡെപ്തിലോട്ട് നമ്പർ സിസ്റ്റം നമുക്ക് പഠിക്കാനായിട്ടില്ല. അതായത് പേപ്പർ 2 പോലെ ഒരുപാട് ഡെപ്തിലോട്ട് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നില്ല. കാരണം നമ്മുടെ എക്സാം എന്ന് പറയുന്നത് NCERT 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാം ആണ്. അപ്പം നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെ ബേസ് ചെയ്ത് NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ ഈ പറഞ്ഞ ക്ലാസ്സുകളിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ആ കാര്യങ്ങളും നമ്മൾ പഠിച്ചു വെക്കണം. സീറ്റഡ് പേപ്പർ 2 കമ്പയർ ചെയ്യുമ്പോൾ പേപ്പർ 1 എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള ഒരു പേപ്പർ തന്നെയാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് വരാറില്ല. പക്ഷേ കുറച്ച് ലെങ്തി ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാതെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ട്. നമുക്കറിയാം മാത്സിൽ ടോട്ടൽ 30 മാർക്കാണ് വരുന്നത്. അതിൽ 15 മാർക്ക് സബ്ജക്റ്റും 15 മാർക്ക് പെഡഗോഗിയുമാണ്. അതായത് പെഡഗോഗിക്കും സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് വരുന്നത്. പിന്നെ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മെഷർമെന്റ് ആണ്. മെഷർമെന്റിൽ ലെങ്ത്തിന്റെ മെഷർമെന്റ്, അതുപോലെ തന്നെ വെയിറ്റ്, അതിൻ്റെയൊക്കെ യൂണിറ്റിന്റെ കൺവേർഷൻസ്. ഇപ്പോൾ ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു, മീറ്ററിനെ സെന്റിമീറ്ററിലോട്ടും കിലോമീറ്ററിലോട്ടും കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള കൺവേർഷൻസ്, അതിന്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് മെഷർമെന്റ് എന്നുള്ള ടോപ്പിക്കിൽ വരുന്നത്. അതും നമുക്ക് പഠിക്കാനുള്ളത് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കും നമ്മുടെ സിലബസും കൂടെ വെച്ച് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ നമ്പേഴ്സ് എന്നുള്ളൊരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ ആ നമ്പേഴ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാനുണ്ടോ അതെല്ലാം പഠിച്ചു തീർക്കണം. ഒപ്പം നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്കിൽ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ ഏതൊക്കെ ചാപ്റ്ററുകളായിട്ട് ഈ നമ്പേഴ്സ് എന്നുള്ള ടോപ്പിക് ഉണ്ടോ അതിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക.
ഇപ്പോൾ പണ്ടത്തെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതായത് മെത്തേഡ്, നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന മെത്തേഡ്സിലൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമായി നോക്കി മനസ്സിലാക്കിയിട്ട് വേണം ക്വസ്റ്റ്യൻസ് പഠിക്കാനായിട്ടും, അല്ലെങ്കിൽ നമ്മളെ പ്രിപ്പറേഷൻ ആ ഒരു രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ NCERT ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ ആണെങ്കിൽ അത് നിങ്ങളുടെ മാർക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വെയിറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതായത് വെയിറ്റ് കിലോഗ്രാം ടു ഗ്രാമിന്റെ കൺവേർഷൻ, മില്ലിഗ്രാമിലോട്ടുള്ള കൺവേർഷൻസ്, തിരിച്ച് ഇങ്ങോട്ടുള്ള കൺവേർഷൻസ്, അതുപോലെ തന്നെ വേർഡ് പ്രോബ്ലംസ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വേർഡ് പ്രോബ്ലംസ് ഒക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. പിന്നെ ടൈം നമുക്കറിയാം, 12 അവർ ക്ലോക്ക്, അതുപോലെ തന്നെ 24 അവർ ക്ലോക്കിനെ ബേസ് ചെയ്ത് പഠിക്കാനുണ്ട്. കലണ്ടറിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ അതൊക്കെയാണ് ടൈമിൽ വരുന്നത്. പിന്നെ വോളിയം, നമ്മുടെ സോളിഡ്സ്, നമ്മൾ നേരത്തെ ഒരു ടോപ്പിക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോളിഡ്സ് അറൗണ്ട് അസ്, അതിനെ ബേസ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ അതിന്റെ വോളിയം നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ വരുന്നത് ഡാറ്റ ഹാൻഡ്ലിംഗ് ആണ്. അതിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ്, ടാലി മാർക്കിംഗ്, അതുപോലെ തന്നെ ബാർ ഗ്രാഫ് എന്താണ്, പിക്ടോഗ്രാഫ് എന്താണ്, അതുപോലെ തന്നെ പൈ ചാർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഡാറ്റ ഹാൻഡ്ലിങ്ങിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ മീൻ മീഡിയൻ മോഡ് ചെറിയ രീതിയിലൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല, എങ്കിലും വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുനിന്ന് ചോദിക്കാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ചോദിക്കും. പിന്നെ പാറ്റേൺസ്, നമ്പർ പാറ്റേൺസ് ഉണ്ടാവും, അതല്ലാത്ത രീതിയിലുള്ള ആൽഫബറ്റ്സും നമ്പറും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതൊക്കെ പാറ്റേൺസിൽ നിന്ന് ചോദിക്കാറുണ്ട്. അധികവും വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് ചോദിക്കാറുള്ളത്, പക്ഷെ ചില സമയത്ത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. പിന്നെ മണിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, അതായത് റുപ്പീസ് ടു പൈസ കൺവേർഷൻസ്, അതുപോലെ തന്നെ പൈസ ടു റുപ്പി, അങ്ങനെയുള്ള കൺവേർഷൻസ്, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഡെയിലി റിയൽ ലൈഫ് സിറ്റുവേഷനിൽ വരുന്ന പ്രോബ്ലംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ചോദിച്ച് കാണാറുള്ളത്. പിന്നെ ബാക്കി വരുന്ന 15 മാർക്ക്, ഇപ്പൊ നമ്മൾ പറഞ്ഞത് മാത്സിലെ 15 മാർക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്തു പോകുന്നു. അതിൽ ജോമെട്രി പഠിക്കാനുണ്ട്, നമ്പർ സിസ്റ്റം പഠിക്കാനുണ്ട്, മെഷർമെന്റ്, ടൈം, വോളിയം, അതുപോലെ തന്നെ മണി, പാറ്റേൺസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പഠിക്കാനുണ്ട്. അതിനുശേഷം വരുന്ന ബാക്കി 15 മാർക്ക് പെഡഗോഗിയാണ്. ആ പെഡഗോഗി പേപ്പർ 1നും പേപ്പർ 2നും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് വരുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. നേച്ചർ ഓഫ് മാത്തമാറ്റിക്സ്, അതിൽ തന്നെ ലോജിക്കൽ തിങ്കിങ്, അണ്ടർസ്റ്റാൻഡിങ് ചിൽഡ്രൻസ് തിങ്കിങ് ആൻഡ് റീസണിങ് പാറ്റേൺസ്, സ്ട്രാറ്റജീസ് ഓഫ് മേക്കിംഗ് മീനിങ് ആൻഡ് മീനിങ് ലേണിംഗ്, അതുപോലെ തന്നെ പ്ലേസ് ഓഫ് മാത്തമാറ്റിക്സ് ഇൻ കരിക്കുലം, എന്താണ് ലാംഗ്വേജ് ഓഫ് മാത്തമാറ്റിക്സ്, കമ്മ്യൂണിറ്റി മാത്തമാറ്റിക്സ്, ഇവാലുവേഷൻ ത്രൂ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ മെത്തേഡ്, അതായത് ഇവാലുവേഷൻസ്, ഫോർമേറ്റീവ്, സമ്മേറ്റീവ്, അങ്ങനെയുള്ള ഇവാലുവേഷൻസ് പഠിക്കണം. പിന്നെ ടീച്ചിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എറർ അനാലിസിസ്, അതുപോലെ തന്നെ എന്താണ് റിലേറ്റഡ് ആസ്പെക്ട് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, റെമഡിയൽ ടീച്ചിങ്, ഇതുമൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് 15 മാർക്കിന് നമുക്ക് ചോദിക്കാറുണ്ട്. ഈ 15 മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന 15 മാർക്കാണ്, വിട്ട് കളയരുത്. കാരണം പെഡഗോഗി കുറേയൊക്കെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. അപ്പം നമുക്കൊന്ന് ഒരു കോമൺ സെൻസിലൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആൻസർ കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം ഈ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യുക. 15 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 10 എബവ് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് PYQs നോക്കുക, അതായത് PYQസിൽ ചോദിച്ചിട്ടുള്ള പെഡഗോഗി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പക്ഷേ പെഡഗോഗി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ പഠിക്കണം. കാരണം പുതിയ മെത്തഡോളജീസ്, അതുപോലെ തന്നെ പുതിയ സോഫ്റ്റ്വെയർസ്, അതൊക്കെ നമ്മൾ എഡ്യൂക്കേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ പെഡഗോഗി കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് PYQs ആണ്. അതായത് CTET പേപ്പർ 1ന് ചോദിച്ചിട്ടുള്ള PYQs നമുക്ക് നോക്കാം. ഇത് കഴിഞ്ഞ എക്സാമിന്, ഇപ്പൊ ഫെബ്രുവരിയിൽ നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് പ്ലേസ് വാല്യൂ ഓഫ് 8 ഇൻ ദ നമ്പർ? ഈ നമ്പറിനകത്ത്, അതായത് 28,53,847 എന്ന നമ്പറിലെ 8കളുടെ പ്ലേസ് വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു 8 വരുന്നത് 100ന്റെ പ്ലേസിലും ഒരു 8 വരുന്നത് ലാക്കിന്റെ പ്ലേസിലുമാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്പർ സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇവിടെ
എന്താണ് പ്ലേസ് വാല്യൂ ഓഫ് എ ഡിജിറ്റ്, ഒരു ഡിജിറ്റിന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, അതിരിക്കുന്ന പ്ലേസിന്റെ വാല്യൂ ഇൻറ്റു ആ ഡിജിറ്റ്, അങ്ങനെയല്ലേ നമ്മൾ പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പം ഇവിടെ എന്താ വരിക, 8ന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 8 lakh ആണ്. 800, 8,000, 80,000, 8 lakh. അതിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം, പ്ലേസ് വാല്യൂ ഓഫ് നെക്സ്റ്റ് 800 ആണ്. അപ്പൊ 800 മൈനസ് ചെയ്യുക. 0, 0, 8 + 2 10 ആണ്. 1 ബാലൻസ് വരും, അപ്പൊ 9 വരും. അഗെയിൻ 9, 7. അപ്പോ 70 ഇവിടെ എത്രയാണ് കിട്ടുന്നത്, 8 lakhൽ നിന്ന് 800 മൈനസ് ചെയ്യാണ് വേണ്ടത്. അപ്പം 7,99,200. നോക്കൂ, ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്ലേസ് വാല്യൂം ഫേസ് വാല്യൂം അറിയാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ല. കാരണം നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ട് വരുന്ന കാര്യങ്ങളാണ് ഈ പ്ലേസ് വാല്യൂവും ഫേസ് വാല്യൂ എന്നൊക്കെ പറയുന്നത്. ഇനി ഫേസ് വാല്യൂ എന്താ, ഇപ്പൊ 8 എന്ന ഡിജിറ്റിന്റെ ഫേസ് വാല്യൂ എന്ന് ചോദിച്ചാൽ അത് 8 തന്നെയാണ്. പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ അതിരിക്കുന്ന പൊസിഷൻ ഏതാണോ അത് ഇൻറ്റു ആ ഡിജിറ്റ്, അപ്പോഴാണ് നമുക്ക് പ്ലേസ് വാല്യൂ കിട്ടുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് നമ്പേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. അപ്പോ നമ്മൾ പറഞ്ഞു സീറ്ററ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 10-ാം തീയതിയാണ്. എന്തുകൊണ്ട് സീറ്ററ്റ് ക്വാളിഫൈ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന സ്കൂളുകളിലെ അധ്യാപകർക്ക് മസ്റ്റ് ആയിട്ടും വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ ആണ് ഈ ഒരു ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ സീറ്ററ്റ് ഒരു സെൻട്രൽ ലെവലിൽ നടക്കുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ സീറ്ററ്റ് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ സെപ്പറേറ്റ്ലി നിങ്ങൾ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും അണ്ടറിലുള്ള സ്കൂളുകളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് ടെമ്പററി പോസ്റ്റ് ആയിക്കോട്ടെ പെർമനന്റ് പോസ്റ്റ് ആണെങ്കിലും ഈ ഒരു ടെറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണ്. നിങ്ങളിപ്പോൾ റീസെൻ്റ്ലി പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും, താൽക്കാലിക അധ്യാപക നിയമനത്തിന് പോലും ടെറ്റ് നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ് സീറ്ററ്റ് അല്ലെങ്കിൽ കേട്ടറ്റ് എന്ന് പറയുന്നത്. സീറ്ററ്റ് ക്വാളിഫൈ ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രീയ വിദ്യാലയ, നവോദയ വിദ്യാലയത്തിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന സ്കൂളുകളിലെ ടീച്ചിങ് പോസ്റ്റിലോട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള പോസ്റ്റിലോട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സ്കൂളുകളിലും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് സീറ്ററ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ്ലി കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യേണ്ട കാര്യമില്ല. കേട്ടറ്റ് കാറ്റഗറി 1 സീറ്ററ്റ് പേപ്പർ 1ന് ഈക്വലന്റ് ആണ്. അതുപോലെ തന്നെ കേട്ടറ്റ് കാറ്റഗറി 2 എന്ന് പറയുന്നത് സീറ്ററ്റ് പേപ്പർ 2ന് ഈക്വൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ്. അപ്പം സീറ്ററ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു, അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ആയി. അപ്ലൈ ചെയ്യാത്തവർ നേരത്തെ തന്നെ പോയി അപ്ലൈ ചെയ്യുക, ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യരുത്. കാരണം സൈറ്റിന്റെ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി അടുത്ത സീറ്ററ്റ് എപ്പോഴാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ എത്രയും നേരത്തെ നമ്മൾ ക്വാളിഫൈ ചെയ്ത് വെക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞവർ ചെയ്യേണ്ടത് എന്താ, അവരുടെ പ്രിപ്പറേഷൻസ് വളരെ കറക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവാണ് വേണ്ടത്. വളരെ സ്ട്രക്ചേർഡ് ആയി ടൈം ടേബിൾ വെച്ച് തന്നെ നിങ്ങൾ പഠിക്കണം. ആ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യാനും റിവിഷൻ ചെയ്യാനും ഒക്കെയുള്ള സമയം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ CC-യിൽ സീറ്ററ്റിന്റെ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സീറ്ററ്റ് പേപ്പർ 1നും പേപ്പർ 2നും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പേപ്പർ 2ന്റെ മാത്സ് ആൻഡ് സയൻസ് കോമ്പിനേഷൻ എടുത്തവർക്കും നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം സോഷ്യൽ സയൻസിന് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി പ്ലാൻ ആണ്. ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അതുപോലെ തന്നെ ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ ആപ്പിൽ അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവിൽ നമ്മൾ PYQs അതുപോലെ തന്നെ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ഒപ്പം നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ വരികയാണെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്യുകയും ചെയ്യാം. പിന്നെ വൺസ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ കാണാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് വേർഷനും അവൈലബിൾ ആയിരിക്കും. പിന്നെ ഓരോ വീക്കിലും വീക്കിലി എക്സാമുകൾ, റിവിഷൻ എക്സാമുകൾ, അതുപോലെ തന്നെ മോഡൽ എക്സാമുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എത്രത്തോളം എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാണ് വേണ്ടത്. ടൈം മാനേജ്മെന്റ് കറക്റ്റ് ആക്കാനും നമുക്ക് മാക്സിമം മിസ്റ്റേക്സ് ഒക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റർഷിപ്പ് സപ്പോർട്ടാണ്. നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡൗട്ട് വരികയാണെങ്കിൽ മെന്റേഴ്സിനെ കോൺടാക്ട് ചെയ്യാം, ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് കറക്റ്റ്? ഇവിടെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോട്ട് കറക്റ്റ്, കറക്റ്റ് അല്ലാത്തത് ഏതാണ്? റോങ്.
Two acute angles can put together to make a reflex angle. രണ്ട് acute ആംഗിളുകൾ ആഡ് ചെയ്താൽ നമുക്കൊരു റിഫ്ലക്സ് ആംഗിൾ കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് റിഫ്ലക്സ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ 180 to 360 ആണ് നമ്മൾ റിഫ്ലക്സ് ആംഗിൾ എന്ന് പറയുന്നത്. അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. അപ്പോൾ ഒരു 60 ഡിഗ്രി ആംഗിളും ഒരു 80 ഡിഗ്രി ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് വെക്കുമ്പോൾ എത്രയാണ് കിട്ടുക? 140 വരുന്നുള്ളൂ. അപ്പം 140 എന്ന് പറയുന്നത് ലെസ് ദാൻ 180 ആണ്. അപ്പൊ അതുകൊണ്ട് ഒരു റിഫ്ലക്സ് ആംഗിൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ? സാധിക്കില്ല. അപ്പൊ ഈ ഒരു ഓപ്ഷൻ നമ്മളുടെ ക്വസ്റ്റ്യൻ പ്രകാരം കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ ആണ്. അടുത്ത 3 ഓപ്ഷൻസ് കൂടെ നമുക്ക് നോക്കാം. 2 acute angles put together to make an obtuse angle. രണ്ട് അക്യൂട്ട് ആംഗിളുകൾ ഒരുമിച്ച് ചേർത്താൽ ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ കിട്ടും. എന്താണ് ഒബ്റ്റ്യൂസ് ആംഗിൾ? മോർ ദാൻ 90 ഡിഗ്രി. ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ അല്ല. ഇനി 1 acute angle and 1 obtuse angle can be put together to make a straight angle. ഒരു അക്യൂട്ട് ആംഗിളും ഒരു ഒബ്റ്റ്യൂസ് ആംഗിളും കൂടെ ഒരുമിച്ച് വെച്ചാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ആംഗിൾ കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി വരുന്നതിനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറയുക. അപ്പോൾ ഒരു അക്യൂട്ട് ആംഗിൾ ഒരു 60 ഡിഗ്രിയും ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ 120 ഡിഗ്രിയും ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടും. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ആൻസർ ആവില്ല. അടുത്ത് റിഫ്ലക്സ് ആംഗിൾ ഇസ് ഗ്രേറ്റർ ദാൻ 180 ബട്ട് ലെസ് ദാൻ 360. അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് വേണ്ടത് റോങ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ഇത് നമ്മുടെ ആൻസർ അല്ല. സോ ഓപ്ഷൻ 1 ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്, അതായത് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് വേണ്ടത്. അടുത്തത് നോക്കാം. Which of the following statement is least appropriate about mathematics curriculum for primary classes? പ്രൈമറി ക്ലാസ്സിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ മാത്സ് കരിക്കുലത്തിലെ ഏറ്റവും ലീസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൂടുതലും ഈ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ടൈം മാനേജ്മെന്റ് നല്ല രീതിയിൽ വേണം, ഇല്ലെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? ഇറ്റ് മസ്റ്റ് ബി ഡൈനാമിക് ആൻഡ് കൊഹറന്റ് ഇൻ നേച്ചർ. ഇറ്റ് ഷുഡ് ബി ജോയ്ഫുൾ ആൻഡ് റിജിഡ്. It should help in making connections in mathematics. It should enhance relational understanding. മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കരിക്കുലവുമായി റിലേറ്റ് ചെയ്ത് പ്രൈമറി ക്ലാസ്സിൽ ഏറ്റവും കുറവ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് മസ്റ്റ് ബി ഡൈനാമിക് ആൻഡ് കൊഹറന്റ് ഇൻ നേച്ചർ. ഡൈനാമിക് ആയിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെയാണ്. ഇറ്റ് ഷുഡ് ബി ജോയ്ഫുൾ ആൻഡ് റിജിഡ്. ജോയ്ഫുൾ ആയിട്ട് വളരെ പ്ലസന്റ് ആയിട്ടൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പം റിജിഡ് ആണ്, ഫ്ലെക്സിബിൾ അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ആൻസർ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. 3ഉം 4ഉം ഓപ്ഷൻസും കൂടെ നമുക്ക് നോക്കാം. ഇറ്റ് ഷുഡ് ഹെൽപ്പ് ഇൻ മേക്കിംഗ് കണക്ഷൻസ് ഇൻ മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിൽ കണക്ഷൻസ് ഉണ്ടാക്കാൻ നമുക്കത് സഹായിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് ഷുഡ് എൻഹാൻസ് റിലേഷണൽ അണ്ടർസ്റ്റാൻഡിങ്. റിലേഷൻസ് അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സോ ഇവിടുത്തെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ 2. ഇറ്റ് ഷുഡ് ബി ജോയ്ഫുൾ ആൻഡ് റിജിഡ്. ജോയ്ഫുൾ ആയിരിക്കണം, പക്ഷെ റിജിഡ് ആണോ? ഫ്ലെക്സിബിൾ ആയിരിക്കണം അല്ലേ? ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കരിക്കുലം ആയിരിക്കണം. അടുത്തത് നോക്കാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് 5-digit numbers that can be formed using the digits 8, 2, 7, 0 and 6 only once is. നമുക്ക് 5 ഡിജിറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്, 5 ഡിജിറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പറിന്റെയും ഏറ്റവും ചെറിയ നമ്പറിന്റെയും ഡിഫറൻസ് എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് ഗ്രേറ്റസ്റ്റ് നമ്പർ ഫോം ചെയ്യാം. എങ്ങനെയാണ് ഗ്രേറ്റസ്റ്റ് നമ്പർ ഫോം ചെയ്യുന്നത്? നമുക്ക് തന്നിരിക്കുന്ന ഡിജിറ്റ്സിലെ ഏറ്റവും വലിയ ഡിജിറ്റ് ഫസ്റ്റ് എഴുതാം. അപ്പോൾ 8, അടുത്തത് 7, പിന്നത്തേത് 6, പിന്നത്തേത് 2, പിന്നത്തേത് 0. അപ്പൊ ഗ്രേറ്റസ്റ്റ് നമ്പർ ആയി. ഇനി സ്മോളസ്റ്റ് നമ്പർ തുടങ്ങുമ്പോൾ ഈ ഡിജിറ്റ്സിനെ അസെൻഡിങ് ഓർഡറിൽ, ഗ്രേറ്റസ്റ്റ് നമ്പർ കിട്ടാൻ വേണ്ടി ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക, സ്മോളസ്റ്റ് നമ്പർ കിട്ടാൻ വേണ്ടി അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആണ് ഏറ്റവും ചെറിയ ഡിജിറ്റ്. ഒരു നമ്പർ നമുക്ക് 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്കറിയാം നോ നമ്പർ സ്റ്റാർട്ട്സ് വിത്ത് 0. അപ്പൊ തൊട്ടടുത്ത ഡിജിറ്റ് നോക്കുക, 2 ആണ്. അപ്പൊ 2, അതിനുശേഷം 0 കൊടുക്കാം, പിന്നെ 6 കൊടുത്തു, 7 കൊടുത്തു, 8 കൊടുത്തു. ഇനി ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം 8 + 2 10 ആണ്, 1 ബാലൻസ് വരും. 7 + 1 8, 8 + 4 12 ആണ്. ദെൻ 6 + 1 7, 7 + 9 16,
then 6 plus 1 7, 2 plus 1 3, 3 plus 5 ആണ് 8. അപ്പോൾ 56,942 ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഓപ്ഷൻ 2 is the correct answer. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. രാധ bought 9 bags of rice, each weighing 9 kilogram 995 gram. Total weight of the rice in the bag. ഒരു ബാഗില് 9 കിലോഗ്രാം 995 ഗ്രാം ആണ് ഉള്ള റൈസിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ 9 ബാഗ്സ് ഓഫ് റൈസ് ഉണ്ടെങ്കിൽ ടോട്ടൽ വെയിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എന്ത് ചെയ്യണം? ടോട്ടൽ വെയിറ്റ് കണ്ടുപിടിക്കാനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. ഈ 9 കിലോഗ്രാം 995 ഗ്രാമിനെ നമുക്ക് എങ്ങനെ എഴുതാം? 9.995 എന്ന് എഴുതാം ഇൻറ്റു 9. ഒരു ഡെസിമൽ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ വിത്തൗട്ട് ഡെസിമൽ മൾട്ടിപ്ലൈ ചെയ്യുക, അതിനുശേഷം ആൻസറിലാണ് ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കേണ്ടത്. 9 5s are 45, 4 ബാലൻസ് വരും. 9 9s are 81, 81 plus 4 85, then 8 ബാലൻസ് വരും. 9 9s are 81, 81 plus 8 89, then 8, 9 9s are 81, അപ്പോൾ വീണ്ടും 89 വരും. എത്ര ഡിജിറ്റ് മാറ്റി പോയിന്റ് ഇടണം? 3 ഡിജിറ്റ്സ് മാറ്റി പോയിന്റ് ഇടണം. 89.955 എന്നാണ് വരുന്നത്. അപ്പം നമുക്കിവിടെ ടോട്ടൽ വെയിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് 9.995 ഇൻറ്റു 9 ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ 9 5s are 45, 4 ബാലൻസ്, then 9 9s are 81, 81 plus 4 എന്ന് പറയുമ്പം 85 വരും. 85ന് 5, ബാക്കി 8 വരും. 9 9s are 81, 81 plus 8 89, then 8 വരും. അപ്പം 89, 89.955 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 955 ആണേ. അപ്പം ഓപ്ഷൻ 1, ഇവിടെ ഓപ്ഷൻ ഒന്ന് മാറിക്കിടക്കുന്നുണ്ട്, 955 കിലോഗ്രാം ആണ്. അപ്പോൾ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സീറ്റഡ് പേപ്പർ 1ന് ചോദിച്ചിട്ടുള്ള കുറച്ച് PYQs ആണ്. അതിൽ മാത്സിന്റെ പെഡഗോഗി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാത്സിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിലബസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിലബസ് അനുസരിച്ച് തന്നെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്. അപ്പം CCയുടെ ക്ലാസ്സുകൾ നമ്മൾ CC ആപ്പ് വഴിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്ലേ സ്റ്റോറിൽ ആപ്പ് അവൈലബിൾ ആണ്. നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ CTET-ന് മാത്രമല്ല ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. KTET, സെറ്റ്, ജനറൽ PSC, RRB, SSC തുടങ്ങിയ എല്ലാ എക്സാമുകൾക്കുള്ള കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ CTET-ന് അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞവരാണെങ്കിൽ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അതല്ലാതെ എക്സാമിൻ്റെ 1 മാസം മുന്നേ തുടങ്ങാം എന്നുള്ള രീതിയിൽ ഇരിക്കരുത്. നേരത്തെ തന്നെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്